Good morning, ma'am. Good morning. Good morning, ma'am. 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 Morning. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ചാപ്റ്റർ 5 സെൻട്രൽ സ്റ്റിറൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, അതിന്റെ ഫംഗ്ഷനും ഒബ്ജക്റ്റീവ്സും പറഞ്ഞു അല്ലെ. ഇത്ര വരെയല്ലേ നമ്മൾ എടുത്തു നിർത്തിയത്? ആണോ? അതെ മിസ്സേ. ഓക്കെ. എന്തായിരുന്നു CSSD? എന്താണ് CSSD എന്ന് പറഞ്ഞാല്? Central Sterile Supply System Department. ആ, സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. എന്താ അവിടെ നടക്കുന്ന പ്രോസസ്? ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന പ്രോസസ് എന്താ? ഹോസ്പിറ്റൽ എല്ലാ മെറ്റീരിയൽസ് ചെയ്യുക. എക്യുപ്മെന്റ്സും എന്ത് ചെയ്യുന്നു? ഓക്കെ. ഇനി അതിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നു? പിന്നെ അതിന്റെ Less expense. അതിന്റെ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിക്കുക. ക്ലിയർ ആയല്ലോ? Reduce the expense. എക്സ്പെൻസസ് റെഡ്യൂസ് ചെയ്യാനായിട്ട്, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഒഴിവാക്കാൻ. പിന്നെ കൂടുതലായിട്ടും എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ? അല്ലെ? അണുവിമുക്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ ഇൻസ്ട്രുമെന്റ്സും അണുവിമുക്തമാക്കി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ എന്തൊക്കെയാണ്? സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ലേ? അവിടെ വരുന്ന പേഷ്യൻസിനും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാം. വായിച്ചു നോക്കിയില്ലേ നിങ്ങള്? ക്വാളിറ്റി. പിന്നെന്താ? ഓക്കെ. അന്നന്ന് എടുക്കുന്ന ഭാഗങ്ങൾ അന്നന്ന് തന്നെ എടുത്ത് വായിച്ച് പഠിച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഓക്കെ. ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് ഡിസൈനിങ് ഓഫ് എ CSSD. CSSD എന്താണെന്ന് പറഞ്ഞു, ഫങ്ഷൻസ് പറഞ്ഞു. എല്ലാവർക്കും ക്ലിയർ അല്ലേ CSSD എന്താണെന്ന്? ഡൗട്ട് ഉള്ളവരുണ്ടോ? ഓക്കെ ആണല്ലേ? ഇനി അടുത്ത പോർഷൻ ആണ് ഡിസൈൻ ഓഫ് എ CSSD. എങ്ങനെയാണ് CSSD ഡിസൈനിങ് നോക്കാം. Size and location of CSSD differs according to hospital management. എന്താണ്? CSSD-യുടെ സൈസും ലൊക്കേഷനും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. It should be located as near as possible to OT. എന്താണ് OT? OT എന്താ? ഫുൾ ഫോം എന്താ OT-യുടെ? എന്നാ ഫുൾ ഫോം? OT എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ. AMG ഡിപ്പാർട്ട്മെന്റ്. എന്താണ് AMG ഡിപ്പാർട്ട്മെന്റ്?
ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അപ്പോ ഏതിന്റെയൊക്കെ അടുത്തായിരിക്കണം ഈ CSSD ലൊക്കേഷൻ എന്ന് പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്റർ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്. 3 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെയും വാർഡിന്റെയും അടുത്തായിരിക്കണം ഈ CSSD ലൊക്കേഷൻ എന്ന് പറയുന്നത്. The CSSD layout should be designed in a unidirectional flow. ഇതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. എന്താണ് CSSD രൂപരേഖ? ലേഔട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? യൂണിഡയറക്ഷണൽ ഫ്ലോ. യൂണിഡയറക്ഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡിയ ഉണ്ടോ? ഈ ഐഡിയ യൂണിഡയറക്ഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാല് സിംഗിൾ ഡയറക്ഷനിലായിരിക്കും അതിന്റെ ഫ്ലോ പോകുന്നത്. ഓക്കെ, സിംഗിൾ ഡയറക്ഷൻ കേട്ടോ. അതാണ് യൂണിഡയറക്ഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാല്. In multi-stored buildings, CSSD may be formed in a lower floor right under the OT, where perpendicular movement will be the swift possible movement of materials. എന്താണ് പെർപെൻഡിക്കുലർ മൂവ്മെന്റ് എന്ന് പറഞ്ഞാല്? പെർപെൻഡിക്കുലർ എന്താണ് മീനിങ് ഓഫ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാല്? കുത്തനെ അല്ലെങ്കിൽ ലംബമായ. അതാണ് പെർപെൻഡിക്കുലറിന്റെ മീനിങ് കേട്ടോ. കുത്തനെ അല്ലെങ്കിൽ ലംബമായ. അപ്പോ മൾട്ടി സ്റ്റോർഡ് ബിൽഡിങ്സ് ആണെങ്കിൽ അല്ലെ, കുറെ ബിൽഡിങ്സ്, കുറെ നിലകളുള്ള ബിൽഡിങ്സ് ആണെങ്കിൽ, ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ ഈ CSSD ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കണം? ഓപ്പറേഷൻ തിയേറ്ററിന്റെ തൊട്ട് ലോവർ ഫ്ലോറിൽ, എന്താണ് തൊട്ട് അടിയിലായിരിക്കണം CSSD വരേണ്ടത്. ക്ലിയർ ആയോ? കുത്തനെ അല്ലെങ്കിൽ മൾട്ടി സ്റ്റോർഡ് ബിൽഡിങ്സ് ആണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ തൊട്ടടിയിലായിരിക്കണം. കാരണം എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിലാണ് കൂടുതലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരുന്നത്. ആണോ? അല്ലെ? ഒരാളുടെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം മറ്റൊരാൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ആ ഇൻസ്ട്രുമെന്റ്സിന്റെ മൂവ്മെന്റ്, സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് തന്നെയുള്ള ഇൻസ്ട്രുമെന്റ്സ് മൂവ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ തൊട്ട് അടിയിലായിരിക്കണം CSSD ഡിപ്പാർട്ട്മെന്റ് വരേണ്ടത്. ക്ലിയർ ആയോ? അതിന്റെ ഡിസൈൻ അത്രേ ഉള്ളൂ. ഡിസൈനിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? CSSD ലൊക്കേഷനും സൈസും ഹോസ്പിറ്റൽ മാനേജ്മെന്റിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ, A&E ഡിപ്പാർട്ട്മെന്റ്, വാർഡ് എന്നിവ ഇതിന്റെ അടുത്തായിരിക്കണം CSSD ലൊക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞത്? CSSD രൂപരേഖ അല്ലെ, ലേഔട്ട് എന്ന് പറഞ്ഞാല് രൂപരേഖ എന്ന് പറഞ്ഞാല് യൂണിഡയറക്ഷണൽ ഫ്ലോ ആണ്. അത് നിങ്ങൾക്ക് ആ ചിത്രം പറയുമ്പോ ചിത്രം മനസ്സിലാക്കി തരാം കേട്ടോ. അടിയിലെ ചിത്രം കണ്ടില്ലേ? അതൊന്ന് മീൻസ് പറഞ്ഞു കഴിയുമ്പോൾ ക്ലിയർ ആവും. യൂണിഡയറക്ഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഫ്ലോയിലാണ് അത് പോകുന്നത്, അതിന്റെ രൂപരേഖ. ഓക്കെ, പിന്നെ എന്താണ്? മൾട്ടി സ്റ്റോർഡ് ബിൽഡിങ്സ്. എന്താണ്? കൂടുതൽ നിലകളുള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ തൊട്ട് അടിയിലായിട്ട് വേണം CSSD ഡിപ്പാർട്ട്മെന്റ് വരാനായിട്ട്. മനസ്സിലായോ? ഇതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. കുത്തിനെ തൊട്ട് അടിയിലായിട്ട് വേണം CSSD ഡിപ്പാർട്ട്മെന്റ് വരാനായിട്ട് എന്ന് പറയുന്നത്. എന്താണ്? CSSD ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മള് എന്താണ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നത് അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിൽ കൂടുതൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓപ്പറേഷനുകൾ നടക്കാം. അതുകൊണ്ട് തന്നെ ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇൻസ്ട്രുമെന്റ്സുകൾ, സ്റ്റെറിലൈസ് ചെയ്ത ഇൻസ്ട്രുമെന്റ്സുകൾ പെട്ടെന്ന് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വേണമെന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഡിസൈൻ ഓഫ് എ CSSD. ഓക്കെ, ഇനി അതിന്റെ ആ ചിത്രം ഒന്ന് നോക്കിയേ. ജനറൽ CSSD ഡിസൈൻ കൺസെപ്റ്റ്. ഫസ്റ്റ് സോൺ, 3 സോൺസ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഫസ്റ്റ് സോൺ എന്ന് പറയുന്നത് എന്താണ്? സോയിൽഡ് സോൺ, ക്ലീൻ സോൺ ഉണ്ട്. ലാസ്റ്റ് വൺ സ്റ്റെറൈൽ സോൺ. സോയിൽഡ് സോണിൽ എന്താണ്? ഫസ്റ്റ് സോൺ ആണ്. അതുകൊണ്ട് തന്നെ മലിനമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇൻസ്ട്രുമെന്റ്സ് അവർ റിസീവ് ചെയ്യുന്നു, ഇവിടെ വെക്കുന്നു. എന്നിട്ട്
സോയിൽഡ് സോണിൽ അല്ലെ മലിനമായ ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ഫസ്റ്റ് സോൺ മനസ്സിലായോ? സോയിൽഡ് സോൺ എന്ന് പറഞ്ഞാല് മലിനമായ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് സോയിൽഡ് സോണിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി അവിടെ നോക്കിയേ, ഒരു ബരിയർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ബരിയേഴ്സ് എന്താ? ബരിയർ എന്ന് പറഞ്ഞാൽ എന്താ? തടസ്സം ഉണ്ടല്ലേ, തടസ്സം. ഓക്കെ, ബരിയർ എന്ന് പറഞ്ഞാല് തടസ്സം. ഇനി ബരിയർ കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇത് ക്ലീൻ സോൺ അല്ലെ. ഈ മലിനമായ ഇൻസ്ട്രുമെന്റ്സ് ക്ലീൻ സോണിൽ കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്യുന്നു. ബ്ലഡോ ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെ, അതൊക്കെ ഉണ്ടെങ്കിൽ ഇതവിടെ ക്ലീൻ ചെയ്യുന്നു. അതാണ് ക്ലീനിങ് സോണിൽ നടക്കുന്നത്. ഇനി ക്ലീനിങ് സോണിന്റെ തൊട്ട് അപ്പുറത്തായിട്ട് എന്താണ്? ബരിയർ ഉണ്ട് അല്ലെ, തടസ്സമുണ്ട്. ഇനി അതിനുശേഷമാണ് സ്റ്റീറൈൽ സോൺ വരുന്നത്. സ്റ്റീറൈൽ സോൺ എന്താണ്? ക്ലീൻ ആക്കിയ ഇൻസ്ട്രുമെന്റ്സ് ഇവിടെ കൊണ്ടുവന്ന് അണുവിമുക്തമാക്കുന്നു. ക്ലിയർ ആയോ? എന്നിട്ട് അണുവിമുക്തമാക്കിയതിനു ശേഷമാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ള ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവന്നത് ആ ഇൻസ്ട്രുമെന്റ്സ് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. കൂടി മിസ് പറയാം കേട്ടോ. ഓക്കെ, സോയിൽഡ് സോൺ ഇവിടെ ഡിസൈൻ കൺസെപ്റ്റില് 3 സോണുകളാണ് പറഞ്ഞിരിക്കുന്നത്. സോയിൽഡ് സോൺ ഉണ്ട്, ക്ലീൻ സോൺ ഉണ്ട്, സ്റ്റീറൈൽ സോൺ ഉണ്ട്. സോയിൽഡ് സോണിൽ എന്താണ്? ഫസ്റ്റ് തന്നെ നമ്മൾ എന്താണ്? മലിനമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കില്ലേ ഓരോ സ്ഥലത്തു നിന്നും ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവരുന്നത്. അപ്പോ സോയിൽഡ് സോണിലുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മലിനമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും. സോയിൽഡ് സോണിലുള്ള ഇൻസ്ട്രുമെന്റ്സ് മലിനമായിട്ടുള്ളതായിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അവർ റിസീവ് ചെയ്ത് വെക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അവിടെ ബരിയർ 2 സോണിന്റെ നടുക്കായിട്ട് ബരിയർ കൊടുത്തിട്ടുണ്ട് അല്ലെ. ക്ലീൻ സോണും സോയിൽഡ് സോണിന്റെ നടുക്കുണ്ട്. അതുപോലെ ക്ലീൻ സോണിന്റെയും സ്റ്റീറൈൽ സോണിന്റെ നടുക്കൊരു തടസ്സമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ തടസ്സം വെച്ചിരിക്കുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? തടസ്സം എന്തിനാ വെച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? Yes or no? ഇല്ല, ആർക്ക് ഐഡിയ ഇല്ല? വെരി ഗുഡ്. ഇൻഫെക്ഷൻസ് അല്ലെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. എന്താണ്? സോയിൽഡ് സോണിലുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് മലിനമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് അല്ലെ. അതാണ് വിമുക്തമാക്കിയിട്ടില്ല. അപ്പോ ഈ ക്ലീൻ സോണിലുള്ളത് ക്ലീൻ ആക്കിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ രണ്ടും കൂടിക്കലർന്ന് ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ തടസ്സം വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലീൻ സോണിലുണ്ട്, സ്റ്റീറൈൽ സോണിന്റെ നടുക്കൊരു തടസ്സമുണ്ട് അല്ലെ. സ്റ്റീറൈൽ സോണിലുള്ളത് എന്താണ്? അണുവിമുക്തമാക്കിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ക്ലീൻ സോണില് അത് ക്ലീൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഫ്ലൂയിഡ്സ് ആയാലും ബ്ലഡുകളായാലും ക്ലീൻ ചെയ്ത് ഇത് നല്ല രീതിയിൽ അണുവിമുക്തമാക്കിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് 2 സോണും കൂടി അതിലുള്ള ഇൻസ്ട്രുമെന്റ്സുകൾ തമ്മിൽ കൂടിക്കലരാതെ ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബരിയർ വെച്ചിരിക്കുന്നത്, അവിടെ തടസ്സം വെച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി നോക്കിയേ, ഇവിടെ ആരോ മാർക്ക് എങ്ങനെയാ പോകുന്നത് നോക്കിയേ. ആരോ മാർക്ക് കണ്ടോ നിങ്ങള്? ഓരോ സോണിലും എങ്ങനെയാ പോകുന്നത്? ഓരോ ദിശയിലേക്കല്ലേ, റൈറ്റിലേക്കാണല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ആണോ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ആരോ മാർക്ക് കണ്ടോ? സോയിൽഡ് സോണിലുണ്ട്, ക്ലീൻ സോണിലുണ്ട്, സ്റ്റീറൈൽ സോണിലുണ്ട്. കണ്ടോ ആരോ മാർക്ക്? കാണാൻ പറ്റുന്നുണ്ടോ? യെസ് ഓർ നോ? നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ. മിസ്സിനെ ഒന്നും ഓക്കെ ക്ലിയർ അല്ല എന്നിരുന്നാലും കുറച്ച് കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോ ഇതെങ്ങനെയാ പോകുന്നത്? ഒരു സിംഗിൾ ഫ്ലോയിലാണല്ലേ പോകുന്നത്, ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിസൈനിങ് ഓഫ് എ CSSD-യില് ഇതിന്റെ ലേഔട്ട് എന്ന് പറയുന്നത് എന്താണ്? യൂണി ഡയറക്ഷണൽ ഫ്ലോയിലാണ്. ഒരു സിംഗിൾ ഫ്ലോയിലാണ് ഇതിന്റെ ഡിസൈൻ ലേഔട്ട് പോകുന്നത്, ആണോ? ഇവിടെ കണ്ടില്ലേ നിങ്ങള്? ഓരോ ഫ്ലോയിൽ തന്നെ ഒരു സിംഗിൾ ഫ്ലോയിൽ തന്നെയല്ലേ ഇത് പോകുന്നത്? അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ മനസ്സിലായോ?
ക്ലിയർ ആയോ യൂണിഡയറക്ഷണൽ ഫ്ലോ? ഓക്കെ. ഇനി ഈ ചിത്രം ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? സ്റ്റീറൈൽ സോണിൽ വരുന്നത്, സോയിൽഡ് സോണിൽ ഉള്ളത്, അങ്ങനെയുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഒന്നുകൂടിയും പറയാം. സോയിൽഡ് സോണിൽ ഉള്ളത് എന്താണ്? മലിനമായ അല്ലെങ്കിൽ അണുവിമുക്തമാക്കാത്ത, അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിസീവ് ചെയ്യുന്ന മലിനമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും സോയിൽഡ് സോണിലുള്ളത്. ക്ലീൻ സോണിൽ എന്തായിരിക്കും? ആ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവന്ന് എന്താണ് ബോഡിയിലുള്ള ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ബ്ലഡുകളൊക്കെ ഉണ്ടാവും, അല്ലെ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും ക്ലീൻ സോണില്. ഇനി ക്ലീൻ സോണിൽ നിന്നും പിന്നെയും എന്ത് ചെയ്യും? ക്ലീൻ ആക്കിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് സ്റ്റീറൈൽ സോണിൽ കൊണ്ടുപോയിട്ട് അണുവിമുക്തമാക്കിയിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ ഡിസൈനിങ്? ആ, അത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കളർ ഒന്നും ചോദിക്കില്ല നിങ്ങളോട്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ഡിസൈനിങ് ഒന്ന് വായിച്ചു നോക്കിയേ. ഏതാ പറയേണ്ടത്? ഡൗട്ട് ഏതാ? ലാസ്റ്റ് സെന്റൻസ് ആണോ? ലാസ്റ്റ് സെന്റൻസ് എന്ന് പറഞ്ഞാല് CSSD ഉണ്ടായിരിക്കേണ്ടത്, അല്ലെങ്കിൽ CSSD ലൊക്കേഷൻ വരുന്നത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ തൊട്ട് താഴെ ആയിരിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓപ്പറേഷനുകൾ നടത്താം, അല്ലെ? അപ്പൊ ഒരാൾക്ക് യൂസ് ചെയ്ത ഇൻസ്ട്രുമെന്റ് മറ്റൊരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതെന്ത് ചെയ്യണം? അണുവിമുക്തമാക്കിയിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് പറയുന്നത് CSSDയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ തൊട്ടടിയിലായിട്ടായിരിക്കണം. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയോ? ഇനി ഡൗട്ട് ഉണ്ടോ ഡിസൈനിങ്ങില്? ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് പ്ലാനിംഗ് ഓഫ് CSSD. The materials or items from change. Change എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? മലിനമായ. മിഷ്യനല്ല കേട്ടോ, മിഷ്യനല്ല. സ്റ്റെറിലൈസ് ചെയ്യുന്ന മെഷീൻസ് നമ്മൾ ഇനി പഠിക്കും കേട്ടോ. ഓക്കെ, ഓരോ ഡിസൈനിങ് ഉണ്ടാവുമല്ലോ. ഡിസൈനിങ് ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഡിസൈനിങ് ആണ് പഠിച്ചത്. സ്റ്റെറിലൈസ് ചെയ്യുന്ന മെഷീൻസ് ഒക്കെ നമ്മൾ ഇനി തൊട്ടടുത്ത പോർഷനിൽ പഠിക്കും. ഓക്കെ, അപ്പൊ എന്താണ്? The materials or items from change. മലിനമായ. ചേഞ്ച് എന്ന് പറഞ്ഞാല് മലിനമായ. And germ-free areas should be not get mixed. There should be physical fencing between soiled, clean and sterile zones so that the risk of cross infection spreads
ഈസ് റെഡ്യൂസ്ഡ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഡിസൈനിൽ കണ്ടല്ലേ, സോയിൽഡ് സോൺ കണ്ടു, അതിന്റെ നടുക്ക് സോയിൽഡ് സോൺ കഴിഞ്ഞിട്ട് ഒരു തടസ്സമുണ്ടല്ലേ, അതാണ് ഫെൻസിങ്. ഫിസിക്കൽ ഫെൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫെൻസിങ് എന്ന് പറഞ്ഞാല് ഒരു തടസ്സമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? മലിനമായ ഇൻസ്ട്രുമെന്റ്സും എന്താണ് അണുവിമുക്തമാക്കപ്പെട്ട ഇൻസ്ട്രുമെന്റ്സും കൂടി മാച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് രണ്ടും കൂടി തടസ്സമില്ലെങ്കിൽ എന്താണ്? മലിനമായതും അണുവിമുക്തമാക്കിയതുമായ ഇൻസ്ട്രുമെന്റ്സ് രണ്ടും മാച്ച് ചെയ്യോ അല്ലെ? രണ്ടും കൂടി കലരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ തടസ്സമുള്ളത് കൊണ്ട് എന്താണ്? ക്രോസ് ഇൻഫെക്ഷൻ കുറയ്ക്കാനായിട്ട്, സ്പ്രെഡ് ആവുന്നത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതിന്റെ റിസ്ക് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The floor should be smooth, non-skid and powerful. അപ്പൊ ഫ്ലോറിന്റെ പ്രത്യേകത എന്താണ്? ആ ഫ്ലോർ എന്ന് പറഞ്ഞാല് സ്മൂത്ത് ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? നോൺ സ്കിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നോൺ സ്കിഡ് ആവുന്നത് എന്താണ്? തെന്നിപ്പോവാ അല്ലെ? തെന്നാതിരിക്കാൻ, അങ്ങനെ തെന്നിപ്പോവാത്ത രീതിയിലായിരിക്കണം അതിന്റെ ഫ്ലോർ. അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ളത് ഫ്ലോറിന്റെ പ്രത്യേകതകളാണ് പറഞ്ഞത്. സ്മൂത്ത്, നോൺ സ്കിഡ് ആൻഡ് പവർഫുൾ ആയിരിക്കണം. പിന്നെന്താണ്? ക്ലീൻ ഏരിയ ഷുഡ് ബി സസ്റ്റെയിൻഡ് അറ്റ് പോസിറ്റീവ് പ്രഷേഴ്സ്. എന്താണ്? ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ നൽകുന്ന രീതിയിലായിരിക്കണം ക്ലീനിങ് ഏരിയ ഉണ്ടായിരിക്കേണ്ടത്. ദ ഏരിയ ഓഫ് വർക്ക് ഷുഡ് ബി മോഡ് ഓഫ് മാർബിൾ ഓർ ഗ്രാനൈറ്റ് ഓർ സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഈ ഫ്ലോർ അവിടെ വർക്ക് ചെയ്യുന്ന ക്ലീനിങ് ഏരിയ, അവിടെ വർക്ക് ചെയ്യുന്ന ഏരിയ എങ്ങനെ, എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കേണ്ടത്? മാർബിള് കൊണ്ടോ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടോ ആയിരിക്കണം നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെന്താണ്? സ്റ്റെറിലൈസേഷൻ മസ്റ്റ് ബി അറേഞ്ച്ഡ് ഫോർ ഓട്ടോക്ലേവ് ബൈ സ്റ്റീം ആസ് വെൽ ആസ് ബൈ ദ ഗ്യാസ്. ഇനി നമ്മള് സ്റ്റെറിലൈസ് ചെയ്യണോ അല്ലെ? ഓരോ ഇൻസ്ട്രുമെന്റ്സും സ്റ്റെറിലൈസ് അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ്? ആവിയില്, സ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താണ്? ആവി. ആവിയില് നമ്മള് സ്റ്റെറിലൈസ് ചെയ്യും. അത് എന്ത് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് അറിയോ? സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്ന മെഷീൻ ഇല്ല. സ്റ്റീം സ്റ്റെറിലൈസേഷൻ വഴി ഉപയോഗിക്കുന്ന മെഷീൻ, വെരി ഗുഡ്, ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് ഉപയോഗിച്ചിട്ടാണ് നമ്മള് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യും. കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യും. അപ്പോ അങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനും അതുപോലെ തന്നെ ഓട്ടോക്ലേവ് സ്റ്റീം സ്റ്റെറിലൈസേഷനും ചെയ്യും. ഓട്ടോക്ലേവ് ഉപയോഗിച്ച് സ്റ്റീം സ്റ്റെറിലൈസേഷനും ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പ്ലാനിങ് ഓഫ് CSSD വരുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസൈനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണ്? സോയിൽഡ് സോണും അതുപോലെ ക്ലീൻ സോണും സ്റ്റെറൈൽ സോണും അല്ലെ? അവിടെ എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ ഒരു തടസ്സം വെച്ചിരിക്കുന്നത്? ഫെൻസിങ് എന്ന് പറഞ്ഞാൽ തടസ്സം വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്രോസ് ഇൻഫെക്ഷൻ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ട് സോണുകൾ തമ്മിൽ മിക്സപ്പ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ്? അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തടസ്സമുള്ളത് കൊണ്ട് തന്നെ എന്താണ്? ക്രോസ് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ, ഇത് നോക്കിയേ. വർക്ക് ഫ്ലോ ഓഫ് CSSD കണ്ടോ? ഒരു ഡയഗ്രാം കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഡയഗ്രാംസ്. നോക്കിയേ, അതിന്റെ ആരോ മാർക്ക് പോകുന്നത് ശ്രദ്ധിച്ചേ. ആരോ മാർക്ക് വരച്ച് തന്നെ പഠിക്കുക കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടതാണ്. ഓക്കെ, ഫസ്റ്റ് എന്താണ്? റെസീപ്റ്റ് അല്ലെ? നമ്മൾ CSSDക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മലിനമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ട് അല്ലേ? അതാണ് റെസീപ്റ്റിൽ വരുന്നത്. ഇൻസ്ട്രുമെന്റ്സുകള് റിസീവ് ചെയ്യുന്നു. ഫസ്റ്റ് ഡയഗ്രാമിൽ ഫസ്റ്റ് എന്താണ്? റെസീപ്റ്റ് ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും
മലിനമായിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആലോചിക്കാട്ടോ, മനസ്സിൽ ഓപ്പറേഷൻ തിയേറ്റർ ആലോചിക്കാം. അപ്പൊ എന്താണ്, അവിടെ നിന്ന് മലിനമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ റിസീവ് ചെയ്തെടുത്തു, CSV ഡിപ്പാർട്ട്മെന്റിലേക്ക് റിസീവ് ചെയ്യുന്നു. അതിന്റെ പ്രോസസ് വർക്കിംഗ് ഫ്ലോ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഡയഗ്രാമിലൂടെ. ഓക്കെ, റിസിപ്റ്റ് ക്ലിയർ ആണോ? റിസിപ്റ്റ് ഓക്കെ. ഇനി റിസീവ് ചെയ്തു. ഇനി റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യും നമ്മള്? ക്ലീൻ ചെയ്യോ അല്ലെ? റിൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വാഷ് ചെയ്യും നമ്മൾ അല്ലെ. ഓരോ ഇൻസ്ട്രുമെന്റ്സും സ്വീകരിച്ച് റിസീവ് ചെയ്തെടുത്ത് നെക്സ്റ്റ് എന്താണ് വരുന്നത്? റിൻസിങ്, വാഷ് ചെയ്യുന്നു. ഇൻസ്ട്രുമെന്റ്സ് വാഷ് ചെയ്യുന്നു. ഓക്കെ, അവിടെ കുറിച്ച് വെക്കാട്ടോ, എഴുതി വെക്കാം. ചിലപ്പോ നിങ്ങൾക്ക് ഇത് ഡയഗ്രാം ഇപ്പൊ പറയുമ്പോ കിട്ടും, മിസ് പറയുമ്പോ കിട്ടും, പിന്നീട് വായിച്ചു നോക്കുമ്പോ കിട്ടില്ല. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ അതവിടെ എഴുതി വെക്കാം. ഓക്കെ, അത് റിസീവ് ചെയ്യുന്നു, പിന്നീട് അത് എന്ത് ചെയ്യുന്നുണ്ട്? റിസീവ് ചെയ്ത ഐറ്റംസ് വാഷ് ചെയ്യുന്നു. അതാണ് റിൻസിങ്. ഇനി എന്താണ്? ക്ലീനിങ്. ക്ലീൻ ചെയ്യണം അല്ലെ? വാഷ് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്യണം. അപ്പോ ബ്ലഡിന്റെ മിസ് പറഞ്ഞതുപോലെ ബ്ലഡിന്റെ കറയോ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുന്നു. ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ചിലപ്പോ വലിയ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടാവാം അല്ലെ. പല രീതിയിലുള്ള ഇൻസ്ട്രുമെന്റ്സ് നമ്മള് അതാത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ വലുതും ചെറുതുമായ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ബ്രഷുകൾ, വലുതും ചെറുതുമായിട്ടുള്ള ബ്രഷുകൾ യൂസ് ചെയ്യും. അതുപോലെ പല ഡിറ്റർജന്റുകൾ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ പല ഡിറ്റർജന്റുകളും പല ബ്രഷുകളും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നു. 3 കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. എന്തൊക്കെയാണ്? റെസിപ്റ്റ് സ്വീകരിച്ചു, അതൊന്ന് വാഷ് ചെയ്തു, പിന്നീട് അത് ക്ലീൻ ചെയ്യണം. പല ഡിറ്റർജന്റുകളും അതുപോലെ തന്നെ പല ബ്രഷുകള്, വലുതും ചെറുതുമായിട്ടുള്ള ബ്രഷുകള്. ചിലപ്പോ എന്താണ്, ഓരോന്നിന്റെ ഇടയിലൊക്കെ വെള്ളത്തൊക്കെ കയറിയിരിക്കാം, ഫ്ലൂയിഡ്സോ ബ്ലഡോ വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, വേസ്റ്റുകളൊക്കെ ഇങ്ങനെ ഇടയിലൊക്കെ കയറിയിരിക്കുമ്പോൾ പല ബ്രഷുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അത് ക്ലീൻ ചെയ്യുന്നു. ക്ലിയർ ആയോ 3 കാര്യങ്ങള്? ഓക്കെ, ഇനി എന്താണ് ഡ്രൈയിങ്? എന്താ ഡ്രൈയിങ്? ഡ്രൈയിങ് എന്താ? ഉണക്കുക അല്ലെ? ഉണക്കുക അല്ലെ? ക്ലീൻ ചെയ്ത് അത് ഉണക്കുന്നു, ഉണക്കി. ഇനി നെക്സ്റ്റ് നോക്കിയേ, ചെക്കിംഗ് ആൻഡ് സ്റ്റേ അസംബ്ലിങ്. സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമ്മൾ എന്താണ് ഐറ്റംസ് സ്വീകരിക്കുന്നുണ്ട് അല്ലെ. ആ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വന്നിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് ട്രേയില് അസംബിൾ ചെയ്ത് വെക്കുന്നു. മനസ്സിലായോ? സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്നത് അത് നോക്കി അത് ട്രേയില് അസംബിൾ ചെയ്ത് വെക്കുന്നു. അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലി. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്ന ഇക്വിപ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കി അത് ട്രേയില് അസംബിൾ ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? സ്റ്റെറിലൈസേഷൻ അല്ലെ. നമ്മൾ സ്റ്റെറിലൈസേഷൻ അണുമുക്തമാക്കുന്നു. സ്റ്റെറിലൈസേഷൻ ചെയ്തു, അതിനുശേഷം ലേബലിംഗ്. ലേബലിംഗ് എന്താണ്? നമ്മൾ ലേബൽ ഒട്ടിച്ച് വെക്കുക അല്ലെ. നെയിം സ്ലിപ്പ് ഒക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മള് ബാഗില് ബുക്കിലൊക്കെ നെയിം സ്ലിപ്പ് ലേബൽ ചെയ്ത് വെക്കില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? അത് ആ കുട്ടിയുടെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, ആണോ? അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യണം? ലേബലിംഗ് ചെയ്യണം. ഈ ലേബൽ ചെയ്യുമ്പോൾ എന്താണ് ലേബൽ ചെയ്ത് വെക്കുന്നത്? എന്നാണ് സ്റ്റെറിലൈസേഷൻ ചെയ്തിരിക്കുന്നത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പോ എന്താണ് ഇവിടെ ലേബലിംഗ് ചെയ്യുന്നത്? ലേബൽ ഒട്ടിച്ച് വെക്കുന്നത് എന്താണ്? നോക്കിയേ, എന്നാണ് സ്റ്റെറിലൈസേഷൻ ചെയ്തത്? ആ ഡേറ്റ് ഉണ്ടാവും. എന്നാണ് സ്റ്റെറിലൈസേഷൻ ചെയ്തത്? അതുപോലെ തന്നെ എത്ര ദിവസം വരെ സ്റ്റെറിലൈസേഷൻ ചെയ്ത എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാം? കിട്ടിയോ? എന്നാണ് സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡേറ്റ്,
അതിനുശേഷം ഈ സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡേറ്റും അത് കഴിഞ്ഞിട്ട് എത്ര വരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഡേറ്റും അവിടെ എന്ത് ചെയ്ത് വെക്കും, ലേബിള് ഒപ്പിച്ച് വെക്കുന്നു. എന്നാണ് സ്റ്റെറിലൈസേഷൻ ചെയ്തത്, അതുപോലെ എത്ര ദിവസം വരെ അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, സ്റ്റോറേജ് അല്ലെ, സ്റ്റോർ ചെയ്യുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇത്രയും കാര്യങ്ങളാണ് വർക്ക് ഫ്ലോയില് പറയുന്നത് കേട്ടോ. ഓരോന്നും എഴുതി പഠിക്കണം, ഇങ്ങോട്ടും മാറിപ്പോവരുത് കേട്ടോ. ഓക്കെ, വർക്ക് ഫ്ലോ CSSD ആണ്. ആദ്യം ഒന്നുകൂടി പറയാം, എന്താണ്, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, അതാത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിസീവ് ചെയ്യുന്നു, ഇൻസ്ട്രുമെന്റ്സുകൾ റിസീവ് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു, റിൻസിങ് ചെയ്യുന്നു അല്ലെ, വാഷ് ചെയ്യുന്നു. ക്ലീനിങ് ചെയ്യുന്നു അല്ലെ. എന്താണ്, പല ബ്രഷുകള്, ഡിറ്റർജന്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ആ ഇൻസ്ട്രുമെന്റ്സ് ക്ലീൻ ചെയ്ത് ഉണക്കി, ഡ്രൈയിങ് എന്താണ്, ഉണക്കുക. അതിനുശേഷം എന്താണ്, ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിങ് അല്ലെ. സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കി ട്രേയില് അസംബിൾ ചെയ്ത് വെക്കുന്നു. ഇനി എന്താണ്, സ്റ്റെറിലൈസേഷൻ ചെയ്തു. സ്റ്റെറിലൈസേഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ലേബിൾ ഒട്ടിക്കുന്നുണ്ട് അല്ലെ. എന്നാണ് സ്റ്റെറിലൈസേഷൻ ചെയ്തത്, എത്ര ദിവസം വരെ അത് ഉപയോഗിക്കാം എന്നുള്ള ലേബിള് ഒട്ടിച്ചു വെക്കുന്നു. അതിനുശേഷം സ്റ്റോറേജ് ചെയ്യുന്നു. പിന്നീട് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. കിട്ടിയോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. പ്ലാനിങ് ഓഫ് CSSD അതുപോലെ വർക്ക് ഫ്ലോ വായിച്ചു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ചോദിച്ചോളൂ. അതിന്റെ തൊട്ടടിയിലുള്ള ഓർഗാനോഗ്രാമും കൂടി ഒന്ന് വായിച്ചു നോക്കട്ടാ. മിസ്സിന് പറഞ്ഞു തന്നെ ആ ഡയഗ്രാം. മനസ്സിൽ കഴിഞ്ഞാല് പറയണോ കേട്ടോ. ആ, ഓർഗാനോഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമല്ലോ.
ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ വന്നതാരാണ്, സെക്കൻഡ് പൊസിഷനിൽ വന്നതാരാണ്, അതൊന്ന് പറയാനായിട്ടാണ്. ആര് പറയും ഓർഗാനോഗ്രാം? ആർക്ക് പറയാൻ പറ്റും? സ്റ്റോറി കീപ്പർ എന്നാണോ? സ്റ്റോറി കീപ്പർ എന്നാണ് കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. PDF കറക്റ്റ് ആണല്ലോ, സ്ക്രീനിൽ കറക്റ്റ് ആണല്ലോ. നിങ്ങളുടെ PDF സ്പെല്ലിംഗ് എറർ ഉണ്ടെങ്കിൽ തിരുത്തിക്കോളൂ കേട്ടോ. ടെക്സ്റ്റിലെ മാറ്റം ഉണ്ടെങ്കിൽ അത് തിരുത്താം കേട്ടോ. ആരാ പറയാം ഓർഗാനോഗ്രാം? ജീവൻ, ജീവൻ കെ സജീവ് പറയോ? ജീവനില്ല, ഓണാക്കി വെച്ച് പോയിരിക്കുന്നതാണോ? ജീവനുണ്ടോ ക്ലാസ്സില്? ഇല്ല. വേറെ ആർക്ക് പറയാൻ പറ്റും ഓർഗാനോഗ്രാം? ആര് പറയാം? ആ ഓക്കെ ഓക്കെ, 1 മിനിറ്റ്. കൺഫ്യൂഷൻ എന്താണ്? എന്തിനാ കൺഫ്യൂഷൻ പറഞ്ഞേ നസീന എന്ന് പറഞ്ഞു നോക്കിയേ. മാം ഇത് സ്റ്റെപ്സ് വരുന്നത് ക്ലിയർ ആയില്ലല്ലോ മിസ്സിന്റെ? ഇഷ്യൂ ഉണ്ടോ? ചാർജ് ആൻഡ് മാം നെക്സ്റ്റ് സ്റ്റെപ്പ്. ആ ജീവൻ, ജീവൻ പറഞ്ഞോളൂ. ഓക്കെ നസീന, ഓക്കെ ജീവൻ എന്ന് പറയോ? സ്റ്റാർട്ട് ചെയ്യാം. ആർക്കും പറയാൻ പറ്റില്ല. CSD ചാർജ് ഇൻചാർജ് അങ്ങനെയാണോ? ക്ലിയർ ആവുന്നില്ലല്ലോ അവിടെ. നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടോ? അപർണ, അപർണ AP. ആ സ്ട്രക്ചർ ഓർഗാനോഗ്രാം, ഓർഗാനോഗ്രാമില്ലേ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. ആർക്ക് പറയാൻ പറ്റും? ആരുമില്ല, മിസ് തന്നെ പറയാം. CSD ഇൻചാർജ്. ആ ഇൻചാർജ് അല്ലെ, ഇൻചാർജ് ഒരു മാനേജർ, ഇൻചാർജിനെ മാനേജർ എന്നും പറയുന്നുണ്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത്. ഈ സെക്കൻഡ് പൊസിഷൻ ആരായിരിക്കും? ഇൻചാർജ് കഴിഞ്ഞിട്ട് ടെക്നീഷ്യൻ. ഓക്കെ, ഈ ടെക്നീഷ്യൻ കഴിഞ്ഞുള്ള പൊസിഷനിൽ വരുന്നത് ആരാണ്? അസിസ്റ്റന്റ് അല്ലെ? ആ CSD അസിസ്റ്റന്റ് ആണ്. ഈ അസിസ്റ്റന്റിന് കീഴിൽ വരുന്നത് ആരാണ്? ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ. ഈ സ്റ്റോർ കീപ്പറിന് ഏറ്റവും ലോവർ ലെവലിൽ അല്ലെ, ലോവർ ലെവലിൽ വരുന്നത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ. ക്ലിയർ ആയോ? ഓർഗാനോഗ്രാം, ഓർഗാനോഗ്രാം പഠിക്കണം, അതുപോലെ വർക്ക് ഫ്ലോ പഠിക്കണം. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ. നെക്സ്റ്റ് എന്താണ്? ക്ലർക്കും ഒന്നായി. ആ ക്ലർക്കിനെ പറയുന്നത് സ്റ്റോർ കീപ്പറും അല്ലെങ്കിൽ ക്ലർക്ക് കേട്ടോ. ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ. എന്താണ് ഇതിപ്പോ അസിസ്റ്റന്റും പറയുന്നത് ക്ലിയർ ആവുന്നില്ല മാമിന്, കാരണം നെറ്റിന്റെ ഇഷ്യൂ വിട്ട് കേൾക്കുന്നു. അതാണ് കേട്ടോ.
ഓക്കെ, അപ്പൊ ഓർഗനോഗ്രാം മനസ്സിലായില്ലേ? ഇൻചാർജ് ഓർ മാനേജർ എന്ന് പറയുന്നുണ്ട്. ഈ മാനേജറിന് കീഴിൽ വരുന്നത് ടെക്നീഷ്യൻ ആണ്, ടെക്നീഷ്യന് കീഴിൽ വരുന്നത് അസിസ്റ്റന്റ്, ഇനി അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ. ഇനി എന്താണ് ഏറ്റവും ലോവർ ലെവലിൽ അല്ലെ, ലോവർ ലെവലിൽ വരുന്നത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ. ഇപ്പോ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം, ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് ആരാണ്? ഓർഗാനോഗ്രാമിൽ ഏറ്റവും ടോപ്പ് ലെവലില് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ആരാണ്? മാനേജർ ഓർ ഇൻചാർജ് ആണ്. ഏറ്റവും താഴെ തട്ടിൽ ഏറ്റവും ലോവർ ലെവലിൽ നിൽക്കുന്നത് ആരാണ്? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ കേട്ടോ. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ അല്ലേ ഓർഗാനോഗ്രാം? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളുടെ ഡ്യൂട്ടി എന്താണ്? ക്ലീനിങ്. കണ്ടിട്ടില്ലേ? അടിച്ചു വരുന്നതൊക്കെ, ക്ലീൻ ചെയ്യുന്നത്, തുടയ്ക്കുന്നതൊക്കെ. ഓക്കെ, ഹൗസ് കീപ്പിംഗ് ഒക്കെ ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ പഠിക്കാം നമുക്ക്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഫങ്ഷണൽ ഏരിയാസ് അറ്റ് CSSD. അതും എന്താണ്? അവിടെയും ഒരു ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ടല്ലേ, ഫ്ലോ ചാർട്ട് അല്ലെ? ഇതും ഒന്ന് പഠിക്കണം കേട്ടോ. ഏത് സെക്കൻഡ് ലെവലിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഏരിയ ഏതാണ്, ഫസ്റ്റ് ഏരിയ ഏതാണ് എന്നുള്ളത് ചോദിക്കാം. ഇതും ഒന്ന് ഓർത്ത് വെച്ച് പഠിക്കാം. ഇതുപോലെ തന്നെ പഠിക്കണം നിങ്ങൾ കേട്ടോ. ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് റിസീവിംഗ് ഏരിയ ഉണ്ട്, പിന്നീട് ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസിംഗ് ഏരിയ, സ്റ്റോറേജ് ഏരിയ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഫസ്റ്റ് വരുന്നത് റിസീവിംഗ് ഏരിയ ആണ്. റിസീവിംഗ് ഏരിയയിൽ നമ്മൾ പഠിച്ചല്ലേ, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മലിനമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അവർ റിസീവ് ചെയ്യുന്നുണ്ട്. ആണോ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മലിനമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവരുന്നുണ്ട് അല്ലെ, അവരത് റിസീവ് ചെയ്യുന്നു. റിസീവിംഗ് ഏരിയയിലാണ് അത് റിസീവ് ചെയ്ത് വെക്കുന്നത്. ഇനി ചിലപ്പോ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവരുമ്പോൾ ചിലപ്പോ കത്രിക ഒടിഞ്ഞു പോവാം, അല്ലെങ്കിൽ വളർന്നിരിക്കാം, ഉപയോഗിക്കാൻ പറ്റാതെ ഉള്ള ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവരാം. അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് അവരെന്ത് ചെയ്യുന്നുണ്ട്? അത് എടുത്തിട്ട് അത് ഡിസ്പോസ്, ഇനി ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവരത് ഡിസ്പോസൽ ചെയ്ത് കളയുന്നു. പിന്നീട് നല്ല ഇൻസ്ട്രുമെന്റ്സ് നോക്കി സെലക്ട് ചെയ്ത് അവരവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ റിസീവിംഗ് ഏരിയയില് നമുക്ക് പഠിക്കാം. അത് ഇവിടെ പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആകുമെന്ന് പറയും. റിസീവിംഗ് ഏരിയ, item used from several departments of the hospital are transferred to CSSD for cleaning and sterilization. അല്ലെ, CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് സെവറൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഐറ്റംസ് കൊണ്ടുവരുന്നുണ്ട്, റിസീവിംഗ് ഏരിയയിലോട്ട് കൊണ്ടുവരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഐറ്റംസുകൾ ക്ലീൻ ചെയ്യാനായിട്ടും സ്റ്റെറിലൈസ് ചെയ്യാനായിട്ടും. Preferably the items which get stained with blood or body fluids should be decontaminated with sodium hypochlorite solution in the user department itself before sending to CSSD. എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉപയോഗിക്കുന്ന, ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുമ്പോൾ ഓരോ ഐറ്റംസും അല്ലെങ്കിൽ ഓരോ ഇൻസ്ട്രുമെന്റ്സും യൂസ് ചെയ്യുമ്പോൾ എന്താവാം? രോഗിയുടെ ബ്ലഡ് ആവാം, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ആ ഇൻസ്ട്രുമെന്റ്സിൽ ഉണ്ടാവാം അല്ലെ. അപ്പോ ആ ഇൻസ്ട്രുമെന്റ്സ് ആ ഡിപ്പാർട്ട്മെന്റിൽ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ അവിടെ വെച്ച് എന്ത് ചെയ്യണം? സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് തന്നെ എന്ത് ചെയ്യണം? അണുവിമുക്തമാക്കണം, ഡീകണ്ടാമിനേറ്റഡ് ആക്കിയിട്ട് വേണം CSSDയിലോട്ട് റിസീവ് ചെയ്യാനായിട്ട്, കൊണ്ടുവരാനായിട്ട്. ക്ലിയർ ആയോ? സെൻഡ് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ ആണോ? എന്താ പറഞ്ഞത്? ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല ഇൻസ്ട്രുമെന്റ്സ്, അപ്പൊ ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടാവാം അതിനകത്ത്, അതുപോലെ രോഗിയുടെ ബ്ലഡ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ അവിടെ വെച്ച് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് തന്നെ അത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് അണുവിമുക്തമാക്കിയിട്ട് വേണം CSSD ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവരാനായിട്ട്. ക്ലിയർ ആയോ? സെക്കൻഡ് സെന്റൻസ്. ഓക്കെ, അവിടെ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ എന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ വന്നാല് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ,
The accepting area of CSSD should have entry to outside through a window with a counter. ഇനി എങ്ങനെയാണ് റിസീവിംഗ് ഏരിയ ഉണ്ടെന്ന് പറഞ്ഞല്ലേ CSSD-ല്. റിസീവിംഗ് ഏരിയയിലോട്ട് ഇൻസ്ട്രുമെന്റ്സ് സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? അവിടെ ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയില് ആ കൗണ്ടറിൽ കൂടി വേണം ഇൻസ്ട്രുമെന്റ്സുകൾ നമ്മൾ കൊടുക്കാനായിട്ട്. മനസ്സിലായോ? അവിടെ ഒരു വിൻഡോ ഉണ്ടാവും. ആ കൗണ്ടറിൽ കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഇൻസ്ട്രുമെന്റ്സുകൾ അവിടേക്ക് അവർ റിസീവ് ചെയ്യാനായിട്ട്. ആ കൗണ്ടറിലൂടെ ആയിരിക്കും അവര് റിസീവ് ചെയ്യുന്നത്. The item should be counted and received. എന്താണ്? സ്വീകരിച്ചതിന് ശേഷം വിൻഡോയിൽ കൂടി ആ കൗണ്ടറിൽ കൂടി സ്വീകരിച്ചതിന് ശേഷം ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? കൗണ്ടഡ് ആൻഡ് റിസീവ്. കൗണ്ട് ചെയ്തതിന് ശേഷം എണ്ണിയെടുത്തിട്ടാണ് അവര് റിസീവ് ചെയ്യുന്നത്. എണ്ണിയിട്ടാണ് അവരതിലേക്ക് സ്വീകരിക്കുന്നത്. Subsequently, the instruments are examined and unsharpened instruments to store out and dispose of. അല്ലെ മിസ് പറഞ്ഞു എന്താണ്? ഇപ്പോ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവരുന്ന ഐറ്റംസ് വളഞ്ഞിരിക്കുന്നതോ പൊട്ടിയിരിക്കുന്നതോ ഒടിഞ്ഞതോ അങ്ങനെ എന്താണ് ഇപ്പോ അറ്റമൊക്കെ കൂർത്ത് വളഞ്ഞിരിക്കുന്നതോ അതൊന്നും നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താണ് മൂർച്ചയില്ലാത്തതൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഐറ്റംസ് ഡിസ്പോസ് ചെയ്യുന്നു. നോക്കി നിരീക്ഷിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? എക്സാമൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നിരീക്ഷിക്കുക. നിരീക്ഷിച്ചതിന് ശേഷം അത് ഉപയോഗിക്കാൻ പറ്റാത്തതാണെങ്കിൽ ഡിസ്പോസ് ചെയ്ത് കളയുന്നു. Necessary entries of accepted items are made in the record. ഈ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? അവർ ആക്സെപ്റ്റ് ചെയ്ത് അവരുടെ റെക്കോർഡില് ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ ഈ ഐറ്റംസ് കൊണ്ടുവരുന്നത് എന്നുള്ള റെക്കോർഡ് അവര് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഏതൊക്കെ ഐറ്റംസ് ആണ് എന്നുള്ളത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. Afterwards, the items are transferred to the cleaning area. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഐറ്റംസ് ക്ലീനിങ് ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് റിസീവിംഗ് ഏരിയയിൽ നടക്കുന്നത്. എന്തൊക്കെയാണ് പഠിച്ചത് നമ്മള്? റിസീവിംഗ് ഏരിയയിൽ നടക്കുന്ന കാര്യങ്ങള് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മലിനമായിട്ടുള്ള ഐറ്റംസ് ആണ് അല്ലെ റിസീവിംഗ് ഏരിയയിലോട്ട് കൊണ്ടുവരുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഐറ്റംസ് ക്ലീൻ ചെയ്യാനും സ്റ്റെറിലൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഐറ്റംസ് റിസീവിംഗ് ഏരിയയിലോട്ട് കൊണ്ടുവരുന്നത്. ഇനി ഇങ്ങനെ ഐറ്റംസ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവരുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അതാത് ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് തന്നെ സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ആക്കിയിട്ട് വിമുക്തമാക്കിയിട്ട് വേണം ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട്. ഇനി ഇവര് റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു കൗണ്ടർ ഉണ്ടാവും, വിൻഡോ ഉണ്ടാവും. അതിലൂടെയാണ് ഈ ഐറ്റംസ് സ്വീകരിക്കുന്നത്. ഐറ്റംസ് സ്വീകരിക്കുമ്പോൾ അവർ കൗണ്ട് ചെയ്യും. എണ്ണിയിട്ടാണ് അവര് റിസീവ് ചെയ്തെടുക്കുന്നത്. അതുപോലെ നിരീക്ഷിക്കും. എന്തെങ്കിലും എന്താണ് വളഞ്ഞിരിക്കുന്നുണ്ടോ ഒടിഞ്ഞതുണ്ടോ അല്ലെങ്കിൽ എന്താണ് മൂർച്ചയില്ലാത്തതുണ്ടോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അവര് ഡിസ്പോസൽ നിർമ്മാർജ്ജനം ചെയ്ത് കളയും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസുകള് അവര് കൗണ്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ക്ലീനിങ് ഏരിയയിലോട്ട് ഐറ്റംസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെയാണോ? റിസീവിംഗ് ഏരിയ ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെയാണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ ഓരോ ഏരിയാസും? ഈ ഫ്ലോ പോലെ തന്നെ നിങ്ങൾ ഈ ഫ്ലോ ചാർട്ട് പഠിക്കണം കേട്ടോ. ആദ്യം റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസേഷൻ ഏരിയ, സ്റ്റോറേജ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഓക്കെ, ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ റിസീവിംഗ് ഏരിയയില്?
ക്ലീനിങ് ഏരിയ പറഞ്ഞോട്ടെ മിസ്. ഇനി നെക്സ്റ്റ് ആണ് രണ്ടാമത്തെ ഏരിയ ആണ് ക്ലീനിങ് ഏരിയ. Here the instruments are cleaned either manually or by using machine. Instruments നമ്മുടെ റിസീവിംഗ് ഏരിയയിൽ നിന്ന് ക്ലീനിങ് ഏരിയയിലോട്ട് ഇൻസ്ട്രുമെന്റ്സ് സ്വീകരിച്ചു. ഇനി ഇൻസ്ട്രുമെന്റ്സ് ക്ലീൻ ചെയ്യാനായിട്ട് രണ്ട് രീതിയിൽ ക്ലീൻ ചെയ്യാം അല്ലെ. ഇങ്ങനെയാണ് മാനുവലി, എന്താണ് കൈവച്ച്, ചിലത് നമുക്ക് കൈ ഉപയോഗിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചിലത് എന്താണ് മെഷീൻ ഉപയോഗിച്ച് വേണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? ഓക്കെ, രണ്ട് രീതിയിൽ നമുക്ക് ക്ലീനിങ് ഏരിയയില് ഇൻസ്ട്രുമെന്റ്സ് ക്ലീൻ ചെയ്യാൻ പറ്റും. മെഷീൻ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ കൈകൾ ഉപയോഗിച്ചുകൊണ്ടും ക്ലീൻ ചെയ്യാം. ഫോർ മാനുവൽ വാഷിംഗ് വിത്ത് water supply, detergents and brush of many sizes and shapes are needed in the area. ഇനി കൈകൾ ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്യാന്ന് പറഞ്ഞല്ലേ, ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു. കൈകൾ ഉപയോഗിച്ച് വാഷ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ആവശ്യമായിട്ട് വരും? വാട്ടർ സപ്ലൈ വേണം, ഡിറ്റർജൻസ് വേണം. നമ്മൾ പറഞ്ഞു അല്ലെ, പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ്, ചെറുതും വലുതുമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവാം ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? പലതരത്തിലുള്ള പല ഷേപ്പിലുള്ള ബ്രഷുകളും ഇതിന് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ മാനുവലി ആണെങ്കിൽ വാട്ടർ സപ്ലൈ വേണം, ഡിറ്റർജന്റ് വേണം, പിന്നെ ബ്രഷും ആവശ്യമാണ്. ഇനി എന്താണ്? അൾട്രാസോണിക് വാഷർ is a machine which is used for cleaning surgical tools. Underline ചെയ്തേ. അൾട്രാസോണിക് വാഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെഷീൻ ആണ്. സർജിക്കൽ ടൂൾസുകള് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനെ പറയുന്ന പേരാണ് അൾട്രാസോണിക് വാഷർ. ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, അപ്പൊ എന്തായാലും പഠിക്കണം. ഓക്കെ, അപ്പോ എന്താണ്? സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ ആണ് അൾട്രാസോണിക് വാഷർ. It turns high frequency sound waves into mechanical vibration that makes small bubbles that burst on the internal surfaces of the tools and remove the waste particles. ഈ അൾട്രാസോണിക് വാഷർ എന്ന മെഷീൻ എങ്ങനെയാണ് ക്ലീനിങ് നടത്തുന്നത്? ഈ അൾട്രാസോണിക് വാഷർ എന്ന് പറയുന്ന മെഷീൻ ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവുകൾ പുറപ്പെടുവിക്കുന്നു. അങ്ങനെ പുറപ്പെടുവിക്കുമ്പോ അതിനകത്ത് എന്തുണ്ടാവുന്നുണ്ട്? ഈ മെഷീൻ അൾട്രാസോണിക് സൗണ്ട് വേവ്സ് പുറപ്പെടുവിക്കുമ്പോ മെഷീൻ ഒന്ന് വൈബ്രേറ്റ് ആവുന്നു. അങ്ങനെ വൈബ്രേറ്റ് ആവുമ്പോ അതിൽ നിന്ന് സ്മോൾ ബബിൾസ് പുറപ്പെടുവിക്കുന്നു. സ്മോൾ ബബിൾസ് ഉണ്ടാകുന്നു. മെഷീൻ വൈബ്രേറ്റ് ആവുന്നു. അങ്ങനെ വൈബ്രേറ്റ് ആവുമ്പോ സ്മോൾ ബബിൾസ് വരുന്നു. അപ്പോ അങ്ങനെ ബബിൾസ് വരുമ്പോ ആ ഇൻസ്ട്രുമെന്റ്സിൽ തട്ടി, ആ ബബിൾസ് തട്ടി അതിന്റെ എന്തെങ്കിലും എന്താണ് ചില മുക്കുമൂലകളിലൊക്കെ ഇൻസ്ട്രുമെന്റ്സിന്റെ എന്താണ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ബ്ലഡുകളോ അല്ലെങ്കിൽ ബ്ലഡിന്റെ കറകള്, ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ പറ്റി പിടിക്കുക അല്ലെ. ഇങ്ങനെ ഈ ബബിൾസ് തട്ടുമ്പോ, അവിടെ പോയി തട്ടുമ്പോ എന്താണ് അതിന്റെ വേസ്റ്റുകള് റിമൂവ് ചെയ്യാനായിട്ട് കാരണമാകുന്നു. ഇങ്ങനെയാണ് അൾട്രാസോണിക് വാഷർ ഉപയോഗിക്കുന്നത്, യൂസ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോ അൾട്രാസോണിക് വാഷർ എന്ന് പറയുന്നത് സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനാണ്. ഇതെങ്ങനെയാണ് വേസ്റ്റ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യുന്നത്? ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് പുറപ്പെടുവിച്ച് മെഷീൻ വൈബ്രേറ്റ് ആയി, അപ്പോ അതിൽ നിന്ന് സ്മോൾ ബബിൾസ് ഉണ്ടാകുന്നു. ഈ ബബിൾസ് ഓരോ ഇൻസ്ട്രുമെന്റ്സിന്റെയും മുക്കുമൂലകളിലും പോയി തട്ടി വേസ്റ്റ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യാൻ ഇടവരുന്നു. ക്ലിയർ ആയോ? After the tools are washed and dried in the oven dryer and transferred to the packing area. അതിനുശേഷം എന്താണ്? ടൂൾസ് വാഷ് ചെയ്ത് അത് ഉണക്കി ഓവൻ ഡ്രയറിൽ ഇട്ട് അത് ഉണക്കുന്നു. അതിനുശേഷം എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്? പാക്കിംഗ് ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ക്ലിയർ ആയോ? ക്ലീനിങ് ഏരിയ ഒന്നുകൂടി പറയാം. ക്ലീനിങ് ഏരിയയില് നമ്മൾ റിസീവ് ചെയ്ത ഐറ്റംസ് ക്ലീനിങ് ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്.
ക്ലീനിങ് ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഇൻസ്ട്രുമെന്റ്സുകൾ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് മാനുവലി, അതുപോലെ തന്നെ മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ട്. മാനുവലി ആണെങ്കിൽ എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത്? വാട്ടർ സപ്ലൈ വേണം, ഡിറ്റർജൻസ് വേണം, പലതരത്തിലുള്ള ബ്രഷുകൾ വേണം. ഇനി മെഷീൻ ആണെങ്കിൽ എന്താണ്? സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ് അൾട്രാസോണിക് വാഷർ. ഈ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവുകൾ പുറപ്പെടുവിച്ച് മെഷീൻ വൈബ്രേറ്റ് ആവുന്നു. അതിൽ നിന്ന് സ്മോൾ ബബിൾസ് ഉണ്ടാകുമ്പോൾ ഈ സ്മോൾ ബബിൾസ് ഇൻസ്ട്രുമെന്റ്സിന്റെ മുക്കുമൂലകളിലും പോയി തട്ടി വേസ്റ്റ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യാൻ ഇടവരുന്നു. അങ്ങനെയാണ് മെഷീൻ ഉപയോഗിച്ച് ഐറ്റംസ് ക്ലീൻ ചെയ്യുന്നത്. ഇനി ഈ ഐറ്റംസ് ഒക്കെ ക്ലീൻ ചെയ്തതിനു ശേഷം ആഫ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ഐറ്റംസ് വാഷ് ചെയ്ത് അതൊന്ന് ഉണക്കാനിട്ട് ഉണക്കി അതിനുശേഷം പാക്കിംഗ് ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഐറ്റംസ് പാക്കിംഗ് ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ ആണോ? ക്ലീനിങ് ഏരിയ ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലീനിങ് ആൻഡ് റിസീവിംഗ് ഏരിയ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്ര വരെ നിമിഷം എടുക്കുന്നുള്ളൂ കേട്ടോ, പറയാനായിട്ട് ടൈം ഉണ്ടാവില്ല. നെക്സ്റ്റ് പാക്കിംഗ് ഏരിയ തൊട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഒന്ന് വായിച്ചു നോക്കി ക്ലീനിങ് ഏരിയ. അൾട്രാസോണിക് വാഷർ ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കണം. അതുപോലെ ഫങ്ഷണൽ ഏരിയാസ് CSSD ഫ്ലോ ചാർട്ട് പഠിക്കാം. ഓരോന്നും അങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ. റിസീവിംഗ് ഏരിയ കഴിഞ്ഞാൽ ക്ലീനിങ് ഏരിയ ആണ്, അങ്ങനെ തന്നെ പഠിക്കാം. അതുപോലെ ഓർഗാനോഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. വർക്ക് ഫ്ലോ നോക്കണം. ഓക്കെ, ഈ സോൺ നോക്കണം കേട്ടോ. സോയിൽ സോൺ കഴിഞ്ഞാല് ക്ലീൻ സോൺ ആണ്, സ്റ്റെറൈൽ സോൺ ആണ്. അങ്ങനെ നോക്കി വെച്ച് പഠിക്കാം. ഓരോന്നും യൂണിഡയറക്ഷണൽ ഫ്ലോ ആണ്. അതുപോലെ തന്നെ ഈ സോണുകൾ എങ്ങനെയാണ്? സോയിന്റെ സോൺ വരുന്നുണ്ട് ഫസ്റ്റ്, അതിനുശേഷം ക്ലീൻ സോൺ ആണ്, അതിനുശേഷം സ്റ്റെറൈൽ സോൺ ആണ് എന്നുള്ളത് നോക്കണം. ഓരോ ഡയഗ്രാമും ഇമ്പോർട്ടന്റ് ആണ്. ക്ലീനിങ് ഏരിയ ക്ലിയർ ആണോ? ഇത്ര വരെ എടുത്തല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ ആണോ ഇത്ര വരെ? ഓക്കെ ആണോ? ഓക്കെ, നാളെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഫ്രൈഡേ വരുമ്പോ ഇത്രയും വായിച്ച് പഠിച്ചിട്ട് വരണം കേട്ടോ. എക്സാം നിങ്ങൾക്ക് ഫസ്റ്റും സെക്കൻഡ് മൊഡ്യൂളിന് ശേഷം മൊഡ്യൂൾ എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞ് തേർഡ് ഫോർത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ മൊഡ്യൂൾ എക്സാം ഉണ്ടാവുക. അങ്ങനെയാണ് എക്സാം വരുന്നത്. പോർഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ ഉള്ളൂ. നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞില്ലേ? എന്തെങ്കിലും എടുക്കാത്തതുണ്ടോ? കഴിഞ്ഞോ? ഫസ്റ്റ് മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് ഡിപ്പാർട്ട്മെന്റ്സ് കഴിഞ്ഞു. ഡിപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും അല്ലെ? ഓക്കെ, അതൊക്കെ വലിയ ചാപ്റ്റർ ആണല്ലോ. ഓക്കെ,
ഇന്റൻസീവ്ലി എടുക്കാറില്ല. എക്സാമും മോക്ക് ടെസ്റ്റ് പോലെ തന്നെയാണ് കേട്ടോ. മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് പഠിക്കാം, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, മോക്ക് ടെസ്റ്റ് അന്നാന്ന് എടുക്കുന്ന ഭാഗങ്ങൾ അന്നാന്ന് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. ഫസ്റ്റും സെക്കൻഡ് മൊഡ്യൂള് നല്ല എളുപ്പമാണ് ചാപ്റ്റേഴ്സ്. പക്ഷെ തേർഡും ഫോർത്ത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് ബോറടിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. കൂടുതൽ പഠിക്കാനുണ്ട്. ഓരോ ചാപ്റ്റേഴ്സ് ഒക്കെ 1-2 പേജൊക്കെ അല്ലേ ഉള്ളൂ നിങ്ങൾക്ക്. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പഠിക്കാനായിട്ട് നമുക്ക് ബോറടിക്കും. അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ മക്കളെ? ലാസ്റ്റ് എക്സാം ഓഫീസിൽ നിന്ന് പറയും കേട്ടോ. താങ്ക് യു. Thank you, ma'am.